1976 ഗോൾഫ് GTI ജർമ്മനിയിൽ ലോഞ്ച് ആവുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഗോൾഫ് GTI എത്തിയിരിക്കുകയാണ്. കാറുകളിൽ ഒരു കാറ് സ്വന്തമാക്കിയ തൃശ്ശൂർക്കാരി ഒക്ടേൻ ഗേൾ ആണ് ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജോസഫ് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ വന്ന സമയത്ത് ഒരു ഡ്രീം കാർ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു പേരാണ് ഗോൾഫ് GTI. ഇനി ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലാതെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? കാറുകൾ എന്നൊരു ആഗ്രഹം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അധികം വൈകാതെ ഏതെങ്കിലും ഒരു തിരക്കേലില്ലാത്തൊരു വണ്ടി കൂടി നോക്കണം എന്നുണ്ട്. എന്റെ ഫേവറേറ്റ് കാർ വോൾക്സ്വാഗൻ GTI തന്നെയാണ്. ഫൈനലി ഒരു 4 മാസം കൊണ്ട് തന്നെ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ സർപ്രൈസ് ആണ് കൊടുത്തത്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല പുതിയ ഗോൾഫ് GTI അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സർപ്രൈസ് പ്ലാനർ ആയിട്ടാണ് അപ്പോൾ ഏത് വണ്ടി വന്നാലും ഇപ്പോൾ ഫുൾ സർപ്രൈസ് ആണ്. എൻ്റെ അടുത്ത് പറയലില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ വരുമ്പോഴേ ഇപ്പം GTI ഉണ്ട്, പോളോ GTI ഉണ്ട്, ഗോൾഫ് GTI ഉണ്ട്. ഈ 3 കാറുകളും ആളുകളുടെ ഒരു ഫേവറേറ്റ് കാറാണ്. ഇത് 3ഉം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്ര ആളുടെ കയ്യിൽ ഉണ്ടാവും അറിയില്ല. സോ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈവൻ GTI ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അത് ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയൊരു കാറായിട്ടാണെന്ന് GTI വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കാറായിരുന്നു ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് പറയുമ്പോൾ. അത് കഴിഞ്ഞ് GTI വന്നു, പോളോ GTI വന്നപ്പോഴും അത് ലിമിറ്റഡ് നമ്പേഴ്സ് വന്നിരുന്നുള്ളൂ. ബട്ട് അത് ഈ പറഞ്ഞാൽ അത്ര അതിനോട് ക്രേസുള്ളൊരു പ്രൈസിങ് ഇത്തിരി ഹൈ ആയിരുന്നു. അത്ര ക്രേസുള്ളവർ മാത്രമാണ് അന്ന് അത് വാങ്ങിയിരുന്നതും. നമുക്കും ഭാഗ്യത്തിന് ഒരു വണ്ടി കിട്ടി. പിന്നെ ഓഫ്കോഴ്സ് അതിൻ്റെ ഒരു ഗോൾഫിൻ്റെ ഒരു GTI വരുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നില്ല. ബട്ട് അത് കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ എന്താണ് സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം വരുന്നു. ഞാൻ GTI തന്നെ വെച്ച് ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഇതും കൂടെ കിട്ടിയപ്പോ ഡബിൾ സന്തോഷം. ഇപ്പൊ ഫോക്സ് വാഗൺ എന്ന് പറഞ്ഞ വണ്ടി ഒത്തിരി ആളുകളുടെ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഒരു ഡ്രീം വണ്ടി തന്നെയാണ്. ഇതിപ്പം സെലിബ്രിറ്റി ആയിട്ടുള്ള പൃഥ്വിരാജ്, മമ്മൂക്ക, DQ, ജയസൂര്യ, മാധവ് സുരേഷ്, ഫഹദ് ഫാസിൽ ഇവരുടെ കയ്യിലാണ് ഉള്ളത്. ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് GTI ഉള്ള ഒരു പെൺകുട്ടി കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷം, ഒരു പ്രൗഡ് മൂവ്മെന്റ് എന്താ? സെലിബ്രിറ്റീസ് കുറെ പേര് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ സെലിബ്രിറ്റീസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ഹാർഡ് കോർ ഓട്ടോമൊബൈൽ എന്തൂസിയാസ് ആണ് ഈ വണ്ടി പോയി എടുത്തേക്കണം, അല്ലാണ്ട് എല്ലാ സെലിബ്രിറ്റീസും അല്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് ഈ വണ്ടി ഓൺ ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത് ചിന്തിച്ചിരുന്നു ഈ വണ്ടി വാങ്ങുന്ന സമയത്ത്? ഇത് ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസ് ഇത്രയും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ലിമിറ്റഡ് നമ്പേഴ്സ് ആണെന്നുള്ളത് മാത്രമല്ല ആദ്യം ചിലർക്ക് കിട്ടുള്ളായിരുന്നു. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലേറ്റർ ഓൺ ആണ് അറിയണത്. മമ്മൂക്ക, ദുൽഖർ ഇവരൊക്കെ 2 ദിവസം വണ്ടി വെച്ചാൽ ഈവൻ സുരേഷ് ഗോപിയുടെ മാധവ് വാങ്ങിയിട്ടുണ്ട്, അവരുടെ ഡോക്ടറും വാങ്ങിയിട്ടുണ്ട് ഒരു വണ്ടി, പലരും. അപ്പോൾ അത് ഇതിനൊരു ഒന്നുകൂടി എനർജി കൂടിയെന്ന് മാത്രം, വണ്ടി കിട്ടിയപ്പോൾ സന്തോഷം കൂടിയെന്ന് മാത്രം. ഇവ 150 കാറുകളാണ് സോൾഡ് ഔട്ട് ആയി ഓൾറെഡി. ഒത്തിരി പേർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം. ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ഒന്ന് പറയാമോ? ഇത് ബുക്ക് ചെയ്തത് എങ്ങനെയാ, കാര്യങ്ങളുണ്ട്? ഇതിന്റെ പ്രോസസ്സ് ആക്ച്വലി ഒരു 2 മാസം മുന്നേ തുടങ്ങിയിരുന്നു. വീട്ടിലാരോടും പറഞ്ഞിരുന്നില്ല, ഈവൻ വൈഫിനോടും പറഞ്ഞിരുന്നില്ല. കാരണം ഇത് എവിടെയെങ്കിലും വെച്ചത് ലീക്ക് ആവുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത്. വലിയ ഇഷ്യൂസ് ആണ്. നമ്മൾ അഡ്വാൻസ് ആദ്യം കൊടുത്ത് ബുക്ക് ചെയ്തു. അറൗണ്ട് 2 months വണ്ടി നമുക്ക് ഡെലിവറി കിട്ടാനായിട്ട്. തുടക്കത്തെ ഡെലിവറി ഒരു ഡെലിവറി കൊടുത്തു തുടങ്ങിയ ഒരു വിതിൻ 1 week തന്നെ 1 or 2 weeksനുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി കിട്ടി. പലരും ബുക്ക് ചെയ്തവർക്ക് ഇപ്പോഴും വണ്ടികൾ ഡെലിവറി ആയിട്ടില്ല. ഈ ദിവസങ്ങൾ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരുടെയും.
അങ്ങനെ ഒത്തിരി പേര് വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസ് വീഡിയോയിൽ. എനിക്ക് മാധവ് കമന്റ് ചെയ്തിട്ടുണ്ട് ട്വിന്നിങ് എന്ന് പറഞ്ഞ ആൾക്കും ദ സെയിം കളർ കാറാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ആൾ കമന്റും? ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടും. മാധവ് ഓൾറെഡി നോട്ട് ചെയ്തിട്ടും കൂടി. ഞാൻ ആക്ച്വലി മാധവന്റെ കാറാണ് ആദ്യം നോട്ട് ചെയ്തത്. ആളാണ് ആദ്യം എടുത്തത് ഒരു ബ്ലാക്ക് ഗോൾഡ് GTA. അപ്പൊ തന്നെ ഞാൻ ആൾക്ക് കൺഗ്രാറ്റ്സ്, ഇതൊരു വലിയ സംഭവമല്ലോ എന്നൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കണ്ടായില്ല. അതിന്റെ പിന്നാലെ ഇതും വന്നപ്പോ അത് ട്വിന്നിങ് ആയിപ്പോയി. നിങ്ങൾ ഇന്നൊരു ട്വിന്നിങ് വീഡിയോ പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാവോ?